എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി. വലിയ അഫ്കാരിയായി മാറി. സൂപ്പർ മോനെ. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ അമ്മ വീട് നമ്മൾ ഈ മാസം ജൂലൈ ആരംഭിക്കുകയാണ്. ഇടയ്ക്ക് വീണ്ടും മഴയുടെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ആ സ്മാർട്ട് സിറ്റിയുടെ ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ ഇനി അവരാണ് ഡയറക്റ്റായിട്ട് നമുക്ക് തരാനുള്ളത്. അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ഡിലേ വന്നു. 15-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞു. എന്തായിരുന്നാലും ഈ മാസം തന്നെ ആരംഭിക്കും. അതാദ്യമേ കുട്ടി പറയുകയാണ്. എല്ലാ സപ്പോർട്ടും പിന്തുണയും ഒക്കെ ഉണ്ടാവണം എൻ്റെ സൗഹൃദങ്ങൾക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടം നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ UST ഗ്ലോബലിൻ്റെ ബാക്ക് സൈഡിലുള്ള കള്ള് ഷാപ്പ് അവിടെയാണ്. നമുക്കൊരു അതിഥിയുണ്ട് ഇവിടെ. അപ്പുറത്ത് ഷൂട്ടിന് വന്നപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു അതിഥിയാണ്. അപ്പോൾ ഒരു അതിഥി ഇപ്പോൾ വരുന്നുണ്ട്. ആ വരും സൂക്ഷിച്ച് വണ്ടിക്കിറങ്ങൂടാ നീയാണെന്ന്. വണ്ടിക്കിറങ്ങൂടാ. ഇതാണ് ഞാൻ പറഞ്ഞ അതിഥി. നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായ, നിന്റെ പേര് ചിലപ്പോൾ ചിലർക്ക് അറിഞ്ഞാണ്. അങ്ങനെയില്ല, നിന്റെ യഥാർത്ഥത്തിലുള്ള പേര് ആൾക്കാർക്ക് അറിഞ്ഞോ. നിന്റെ കഥാപാത്രം എനിക്കറിയാം. ക്ഷമി. ഒരു ക്ഷമയില്ലാത്ത ഒരാളാണ് ക്ഷമിയാണ്. ഇന്ന് ഇവിടെ ഷൂട്ട് നടക്കുന്ന വെഞ്ഞാറമൂട് ഷൂട്ട് നടക്കുന്ന മാംഗല്യ സീരിയലിന്റെ. അപ്പോൾ ചേട്ടന്റെ ഷാപ്പ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ചേട്ടനെ വലിയ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പരിപാടിയൊക്കെ അവതരിപ്പിച്ചപ്പോൾ വലിയ അഫ്കാരിയായി മാറി. ആളുകൾ കേൾക്കല്ലേ? അങ്ങനെ തന്നെ പറയും. ഈ മുഖത്തേക്ക് ഒക്കെ ഒരു നല്ല അഫ്കാരി ലുക്കില്ലേ? ചേട്ടനുണ്ട് ഇപ്പോ. എന്താണ് വേണ്ടത്? ഈ നല്ലൊരു ചേട്ടന്റെ ഷാപ്പിലെ ഏറ്റവും നല്ല റെസിപ്പി ആണ് എനിക്കിന്ന് കിട്ടേണ്ടത്. നല്ലൊരു പോർഷൻ. അതായത് ബീഫുണ്ട്, പോത്തുണ്ട്, താറാവുണ്ട്, പന്നിയുണ്ട്, ചിക്കൻ ഉണ്ട്. അപ്പൊ നിനക്ക് സ്ട്രൈക്ക് ചെയ്തത് ഏതാ? നമ്മളെ താറാവൊക്കെ ഞങ്ങള് ആലപ്പുഴ വരുന്ന ചേർത്തലക്കാരാ. നമുക്ക് നല്ലൊരു പോത്ത് പിടിച്ചാലോ? പോത്ത് പിടിക്കും. പോത്ത് തേങ്ങാ കൊത്തിട്ട് ഒരു ഡ്രൈ മതി. വരട്ടിയത്. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഷെമിയാണ്. ഷെമിക്ക് നമ്മൾ ഇവിടെ വരുമ്പോൾ ആര് ഗസ്റ്റ് വന്നാലും നമ്മൾ ഒരു കിരീടധാരണം പോലെ വയ്ക്കും. റെസ്റ്റോറൻറ്റിൽ അടുക്കളയിൽ നിൽക്കുമ്പോഴേ അതങ്ങനെ വേണമെന്നാണ്. അതെ. അപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നല്ല ഒന്നാന്തരം അണ്ടാവിലേക്ക് നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ഉരുളി. നിങ്ങളുടെ അണ്ടാവുന്ന ഉരുളി എന്നൊക്കെ പറയുന്നത് ഇതാണ് ഒരു ഡ്രോബാക്ക്. എന്തെങ്കിലും ചെറിയ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പം കയറി പിടിക്കും. ഇനി വെളിച്ചെണ്ണ ചൂട്. അപ്പം നമ്മൾ ഇന്ന് എന്ത് ഐറ്റമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല. പോത്ത് വരട്ടിയത്, തേങ്ങാ നല്ല പോത്ത് വരട്ടിയത്, പോത്തിന്റെ ഇറച്ചി വരട്ടിയത്. ഓക്കെ. അപ്പൊ വെളിച്ചെണ്ണ ചൂടാകുമ്പോ നമ്മൾ ഈ പോത്ത് തേങ്ങാക്കൊത്ത്, തേങ്ങ ഇങ്ങനെ അരിഞ്ഞ സാധനം ഇത് വറുത്ത് കോരി മാറ്റി വെക്കോ അതോ മാറ്റി വെക്കും? ഓക്കെ. തേങ്ങാക്കൊത്ത് വറുത്ത് കടുക് 5 കിലോ പോത്തുണ്ട്. അപ്പോൾ അത് കണക്കാക്കി നല്ല ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി കടുകിട്ട് പൊട്ടിച്ച് നല്ല ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അതിനകത്തേക്ക് പൊട്ടിക്കുക. ഇത് വറ്റൽമുളക് കുറച്ച് വറ്റൽമുളക്. നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എപ്പോഴും ചേട്ടൻ പരിപാടി അവതരിപ്പിക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ചേട്ടൻ കുക്ക് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിലൂടെ ഇപ്പം ആൾക്കാർക്ക് കാണും അല്ലേ? എപ്പോഴും കുക്ക് ചെയ്യും. നമ്മളിപ്പോൾ മറ്റു പ്രോഗ്രാമിന് പോകുമ്പോൾ അവർ കുക്ക് ചെയ്യുന്ന സാധനം ഷൂട്ട് ചെയ്യുന്നത്. അതെ, അത്രേ ഉള്ളൂ. നമ്മൾ കറിവേപ്പില ഇടുകയാണ്. വറ്റൽമുളകിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് അതും വഴറ്റി കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇട്ടത്. മല്ലിപ്പൊടി. ചേട്ടൻ അസാധ്യ കുക്കായി മാറിയല്ലോ ചേട്ടാ. ആ എടുപ്പും സ്റ്റൈലും ഒക്കെ അങ്ങോട്ട്. ഇതിന് ചെറിയ തീയിൽ കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വരണം. ചുമ വന്ന മൂത്ത് വന്ന ചുമ തുമ്മൽ. ഇതിന്റെ ചോട്ടിൽ ചുമയും തുമ്മലും ഉണ്ടെങ്കിൽ ഇത് പൊന്നെ വീട്ടമ്മമാർക്ക് ഇല്ലാത്ത കുറച്ച് മൂത്തതാണ് അർത്ഥം. ഇത് സവാള വഴറ്റി വെച്ചേക്കുന്നല്ലേ? സവാള വഴറ്റി വെച്ചു. നന്നായിട്ട് മൂത്തു. എനിക്ക് ഒരു പണിയില്ലെങ്കിൽ ഞാൻ ഇതെങ്കിലും ചെയ്ത് ജീവിക്കണമല്ലോ.
ഇത് പോത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആ കുക്കറിൽ പോത്ത് നല്ല വേവുണ്ട്. കേട്ടോ ഉപ്പ്. ഇനി ഒരു ഇളക്കുണ്ട്, ഈ ഉപ്പിട്ടിട്ട് ഇളക്കണം. ഇത് പോത്ത് നല്ല പോത്ത് ബീഫ് സ്റ്റോക്കാണ്. പോത്തിന്റെ ഈ പോത്ത് വേവിച്ചതിന്റെ കുറച്ച് നേരം ഇതിപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലാണ്. അതെ. വരട്ടി വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ ഇതിലിങ്ങനെ കിടക്കണം. ക്ലൈമാക്സ് സൂനിക്കുട്ട തേങ്ങാക്കൊത്ത് സൂനിക്കുട്ട് സൂനിക്കുട്ട നമ്മൾ ഓരോ എനിക്കിഷ്ടമുള്ള ഈ സാധനത്തിന് അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും. ഇനി അപ്പോൾ എന്താ ഷെമിക്ക് എന്നൊരു സ്പെഷ്യൽ ഐറ്റമായ പോത്ത് വരട്ടിയത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള വലിയ നിർബന്ധ പ്രകാരം വന്നു. ഇനി ഇത് കുറേ നേരം ഇങ്ങനെ വരട്ടി 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 ഒരു പരുവത്തിലാക്കി ഇങ്ങനെ എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇതിൽ കിടന്നോട്ട് കേട്ടോ. ബാക്കിയുള്ള ഐറ്റം വേണ്ടേ? വേറെ ബീഫ്, പന്നി, ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ വേണ്ട. പൊളിയോ? അപ്പോൾ ഇത് ഞാൻ കോരട്ടെ, നീ പോയിരുന്നു. ഞാൻ കോരിക്കൊണ്ട് വരാം. വേണ്ട, ഞാൻ കോരിക്കൊണ്ട് വരാം. ഓക്കെ. അപ്പോൾ നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഷെമി ഇന്ന് അപ്രതീക്ഷിതമായിട്ട് വന്നു. ഷെമിക്ക് പോത്ത് തേങ്ങ കൊത്തിട്ട് വരട്ടിയത് നമ്മൾ ഇവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുളത്തൂർ ഷാപ്പ് എന്നാണ് പറയുന്നത്. നമ്മുടെ UST ഗ്ലോബൽ കഴക്കൂട്ടം, UST ഗ്ലോബലിൻ്റെ ബാക്ക് ഗേറ്റിൽ വരിക. നമുക്കിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുക. ഏതെങ്കിലും തുടങ്ങണം പറഞ്ഞു ഈ സാധനത്തിൽ തുടങ്ങാം. ചെമ്മീൻ്റെ ചമ്മന്തി നമ്മൾ ഊണിന് വൈകുന്നേരമായില്ലേ മീൽസിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാനാകാനുള്ള ചെമ്മീൻ ചമ്മന്തി. ഇടിയപ്പത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതിൻ്റെ നെയ്യാണ്. എണ്ണ നമ്മളിതിൽ ഒഴിക്കരുത്. ആ നെയ്യ് ഇതിൽ ഇങ്ങനെ അതാദ്യം കഴിച്ചോ. അത് ഒറ്റയ്ക്ക് അല്ല, അത് ഭയങ്കര കൂടെ കഴിക്കാം. ഇച്ചിരി മാത്രം. ഇനി ഇതിന്റെ ഹൽവ കഷ്ണം അതിൽ ഇത്തിരി ഗ്രേവി ഹൽവ കഷ്ണത്തിന്റെ പുറത്ത് നല്ല പന്നിക്കറി വെച്ചിട്ട് എത്ര ആളായെന്നറിയോ. ഇടിയപ്പം കൂടി ഇരിക്കട്ടെ. ഈശ്വര, ശരീരത്ത് മാത്രം പിടിക്കല്ലേ. Melting in my mouth. Wow. ഇനി ഒരു പൊറോട്ട വെച്ചിട്ടേ. അപ്പോൾ പരമ്പരാഗതമായ ഈ സാധനം നമ്മൾ കളയാൻ പാടില്ല. ഏതാ? ബീഫ് പൊറോട്ടയും അതിൽ പന്നിയുടെ ഹാങ് ഓവർ അത് മാറാൻ പാടില്ല. അതാണ് ഈ ജോലിയുടെ ഒരു പ്രശ്നം. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവണം. വേറെ ഒരു ഷാപ്പിൽ പോയാലും ഞാനിത് മേടിക്കൂല. ചേട്ടൻ്റെ അടുത്തുനിന്നാവും. പോത്ത് റോസ്റ്റ് കഴിച്ചോ? ഇത് റോസ്റ്റ് ആണ്, നമ്മളിന്ന് ഉണ്ടാക്കിയതല്ല. അത് ഇച്ചിരി ഇടിയപ്പം വരട്ടെ. ഇത് ബിരിയാണിയോ? പണ്ട് നമ്മുടെ പെരുന്നാളിലൊക്കെ കിട്ടുന്ന സാധനം കഴിക്കുന്നവര് അങ്ങനെയായിരുന്നു. ഇനി കൊതിയോടുകൂടി ഓരോ കറുത്ത് പൊടുത്തി ഈ അഫ്ഗാനിക്ക് കുട്ടികളുടെ മനസ്സാണ്. ഇപ്പോൾ എന്നെ വിളിച്ച് അഫ്ഗാനിനെ വിളിച്ച് കൊന്നുകളയില്ല. കേര മുളകിട്ട ഷാപ്പ് കയറിയാണ് കണ്ട. ഒരു പീസ് ഇതുകൂടെ കഴിച്ചോ. നമ്മുടെ ഫുഡ് ശരിക്കും നമ്മുടെ സ്വർഗത്തിൽ കൊണ്ടുപോകല്ലേ ചേട്ടാ. ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യൻ അടങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അടങ്ങിയിരിക്കുന്ന രണ്ട് സ്പേസേ ഉള്ളൂ. ഒന്ന് ബാത്റൂമിലും പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ. കാര്യം അവിടെ പിന്നെ വേറെ ഒന്നും. നല്ല ഭക്ഷണം കഴിച്ചാൽ ബാത്റൂമിൽ അടങ്ങിയിരിക്കാം. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞു? ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ ക്ഷമയോടുകൂടി മനുഷ്യൻ ഇരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. നമുക്ക് 1500 പ്രശ്നത്തിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് ഓരോരുത്തരും. ഇതിൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ
ഇരുന്ന് സമാധാനത്തിൽ നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു വെറുതെ. ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ ഇവിടെ വന്നതും നമ്മൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്തതായിട്ടുള്ള ഐറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്യേണ്ട സമയമായത്. ഓക്കെ, നല്ലപോലെ വരട്ടി. ശരിയാണ്, നമ്മൾ കുറച്ച് കഴിച്ചു, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് പരുവത്തിനതായത്. അതെ അതെ. അപ്പൊ ഒരു പത്തിരിയുടെ കൂടെ നല്ല പോത്ത് തേങ്ങാ കൊത്തിട്ടത്, തേങ്ങാ കൊത്തിട്ട് പത്തിരിയുടെ കൂടെ തേങ്ങാ കൊത്ത് ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെ കഴിക്കണം. ശരി. ഓ, ഇതുകൊണ്ട് ചേട്ടാ ഷവർമ ഉണ്ടാക്കുക. ആ ഷവർമ. ഇത് ചപ്പാത്തി ആണെങ്കിൽ കുറച്ചുകൂടി വേറൊരു ടേസ്റ്റാണ്. ഇത് ചെയ്യേണ്ടതല്ല, അത് അതിലൊരു മിക്സിങ് ഭയങ്കര രസമാണ്. നമ്മളെ ഈ ഭക്ഷണം എങ്ങനെ അതിന് നമുക്ക് കഴിക്കുന്നത് എന്ന് പറയുന്ന ഒരു കരവിരുതാണ്. മനസ്സിലായില്ലേ? കഴിക്കുന്നത് ഒരു കരവിരുതാണ്. പക്ഷേ ഇതിന് ഒരു പത്തിരി പോരാ, ഒരു പത്തിരിയുടെ വയ്ക്കണം. ഇച്ചിരിയുടെ കട്ടി വേണം. അരിപ്പത്തിരി നൈസാണ്. വെച്ചോ, ഇത് നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കൂല. ഇത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു രസമാണ്. ഞാൻ സ്ഥിരമായിട്ട് 2 ചപ്പാത്തി എടുത്തിട്ട് അതിന്റെ സിൻഡറിൽ ഒരു സിംഗിൾ ഓംലെറ്റ് വെച്ചിട്ട് വെച്ചിട്ട് അത് കഴിക്കും. ഭയങ്കര രസമാണ്. ചേട്ടൻ ഇവിടെ റൂമായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തിരുന്ന് ഉരുട്ടുന്നൊന്നും ആരും കാണില്ല ചേട്ടാ. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഇന്ന് ഷെമി വന്നതിന് അനുസരിച്ച് നമ്മുടെ കഴക്കൂട്ടം നമ്മുടെ കുളത്തൂർ ഷാപ്പിൽ ഷെമിക്ക് വേണ്ടിയിട്ടുള്ള ഈ തേങ്ങ കൊത്തിട്ട പോത്ത് വരട്ടിയത് ഒരു ഇനി നല്ല കടിക്കണം. കടിക്കുമ്പോഴേ ഓരോ ഐറ്റങ്ങളായിട്ട് വരുമോ. അത് മനോധർമ്മം ഇതാ. സൂപ്പർ മോനെ. അവരെല്ലാം കൂടെ കൊതി ഒടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സൗഹൃദങ്ങളും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം പോത്ത് വരട്ടിയത്, തേങ്ങാക്കൊത്തിട്ട് വരട്ടിയത്.